എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് തൃശ്ശൂരത്തെ ശക്തൻ സ്റ്റാൻഡിലുള്ള ആകാശപാതയെ കുറിച്ചാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി 2 പ്രാവശ്യം ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം പോയപ്പോൾ പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത് പോയപ്പോൾ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ലിഫ്റ്റിൻ്റെ പണിയെല്ലാം കഴിഞ്ഞത് ക്രോസ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ലിഫ്റ്റിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ ഈ അടുത്ത ദിവസമാണ് പോയപ്പോൾ ഞാൻ കണ്ടത്. അപ്പോൾ നോക്കുമ്പോൾ ഫ്രീ ആണ്, ആൾക്കാരെല്ലാം കയറി അല്ലെങ്കിൽ അതിലൂടെ സഞ്ചരിക്കുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ കാണാമെന്ന് കരുതിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അത് ഉപകാരപ്രദമാണെന്ന് കരുതുന്നു. അറിയേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കൊല്ലത്തിനിപ്പുറം തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലൂടെ സഞ്ചരിക്കുന്ന സഞ്ചാരികൾക്ക് എല്ലാം കൗതുകമുള്ള ഒരു കാഴ്ചയാണ്. റോഡിൻ്റെ മുകളിൽ കൂടെ ഒരു റൗണ്ട് ആകൃതിയിൽ ഒരു പാലം അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ അതിൻ്റെ കാറിൽ പോകുന്ന ആൾക്കാരായാലും വലിയ ബസ്സിൽ പോകുന്ന ആൾക്കാരായാലും ഒരുവിധം ആൾക്കാരൊക്കെ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അവർക്കെല്ലാം അത് ഒരു അത്ഭുതമായിരിക്കുക തന്നെയാണ്. ഇനി ഇത് വേറെ ഉപകാരപ്രദമായ വണ്ടികൾ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. മാർക്കറ്റിലേക്ക് പോകുന്ന ആൾക്കാർ, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് പോകുന്ന ആൾക്കാർ, അതേമാതിരി പച്ചക്കറി മാർക്കറ്റ്, മീൻ മാർക്കറ്റിലേക്കൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ തൃശ്ശൂർക്ക് പോകുന്നുണ്ട് ഈ ഭാഗത്തുനിന്ന്. അത് വണ്ടിയിലും ബൈക്കിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ, കാറിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇവർക്കതൊരു വിഷയമില്ലാത്ത കേസ്. അവർക്ക് വിഷയമില്ല. കാരണം എന്താണെങ്കിൽ വണ്ടികളായ കാരണം കാറിലായാലും ബൈക്കിലായാലും കടന്നു പോകും. സാധാരണക്കാർ ജനങ്ങളുണ്ട് ഈ മാർക്കറ്റിൽ വരുന്ന ആൾക്കാർ. സാധാരണക്കാരൻ്റെ ജനങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലേക്ക് കിടക്കാനോ അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. ഈ ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് കോർപ്പറേഷൻ ഈ ആകാശപാത നിർമ്മിച്ചിട്ടുള്ളത്. ഒരു 20 കൊല്ലം 25 കൊല്ലം അല്ലെങ്കിൽ 30 കൊല്ലത്തെ ടൗണിലെ ബ്ലോക്ക് അല്ലെങ്കിൽ ടൗണിലത്തെ വികസനത്തെ ബാധിക്കാതിരിക്കാനും ആ ഭാഗത്ത് ഒരു പക്ഷേ റോഡുകൾ വീതി കൂട്ടിയാലും പിന്നെ ഒരുപാട് വാഹനങ്ങൾ റോഡിൽ വന്നാലും ഒരിക്കലും അത് ഈ ഭാഗത്തെ ജനങ്ങളെ അല്ലെങ്കിൽ ഇവിടുത്തെ യാത്രക്കാരെ ബാധിക്കില്ല. അങ്ങനെയാണ് ഈ പാലത്തിൻ്റെ പണി കിടക്കുന്നത്. 4 മൂലയ്ക്ക് വെച്ചുള്ള ലിഫ്റ്റും 4 മൂലയ്ക്ക് വെച്ചുള്ള സ്റ്റെയർ കേസും ഇടയ്ക്ക് ആ തിരക്കിൽ നിന്നെല്ലാം ഒരുപാട് മാറിയാണ് ഈ പണി കിടന്നുള്ളത്. റോഡ് വീതി കൂട്ടിയാലും ഒരു വിഷയം ഈ പാലത്തിന് 25 അല്ല 30 കൊല്ലം കഴിഞ്ഞാലും ഒന്നും പറ്റില്ല. അത് പോയി കണ്ടാലോ നമുക്കത് മനസ്സിലാവുള്ളൂ. ഉള്ളിലാണെങ്കിൽ ഫുൾ ശീതീകരിച്ചിട്ടുള്ളതാണ്. AC ആണ്. ഫുള്ള് കയറി കഴിഞ്ഞാൽ ഫുൾ AC ആണ് കാണാൻ പറ്റുക. അതായത് ഒരുപാട് വെയിലത്തൊക്കെ നടന്നു വന്നിട്ടുള്ള ആൾക്കാർ ഇതൊന്ന് കയറി അപ്പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും ചെറിയ ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അത്രയും ശീതീകരിച്ചിട്ടുള്ള അതിൻ്റെ ഉള്ളിലെ കാര്യമാണ്. ഒരു 300 മീറ്ററിന് താഴെയാണ് തോന്നുന്നുണ്ട് അതിൻ്റെ ഫുള്ളായിട്ടുള്ള അളവ് വരുന്നത്. അത് കാണാനും അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ വേറൊരു അത്ഭുതം എന്താണെങ്കിൽ ഒരുപാട് ശക്തൻ സ്റ്റാൻഡിനെ കുറിച്ച് മുഴുവൻ മനസ്സിലാക്കാനും പുറം വശങ്ങൾ കംപ്ലീറ്റ് കാണാനും കൂടി ഉപകരിക്കും. എൻ്റർടൈൻമെൻ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയല്ല അതിൻ്റെ മുകളിൽ കയറുന്നത്. നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുകളിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറുമ്പോൾ അതൊരിക്കലും ഒരു എൻ്റർടൈൻമെൻ്റ് ആവില്ല. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറി ചുറ്റും നോക്കി കഴിഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് തോന്നാൻ കാരണം. ആ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികൾ, കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികളായാലും ഇനി പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികളായാലും തെക്ക് ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികളായാലും കിഴക്ക് ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികളായാലും ഒക്കെ ഇതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയും. നിങ്ങൾക്കത് കാണാൻ കഴിയും. ഇതിനപ്പുറത്ത് ഇനി ഇവിടുത്തെ എല്ലാവർക്കും അറിയാം ശക്തൻ സ്റ്റാൻഡിലെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രൗണ്ടിൽ നടക്കുന്ന ഓരോരോ കലാപരിപാടികളാണ്. എക്സിബിഷനുകൾ, കച്ചവട സംബന്ധമായിട്ടുള്ള വലിയ വലിയ എക്സിബിഷനുകളും മനോരമമാരിയുള്ള ബമ്പൻ പരിപാടികൾ നടക്കുന്ന അതിൻ്റെ എക്സിബിഷനൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ശക്തൻ സ്റ്റാൻഡിൻ്റെ ആ ഗ്രൗണ്ട്. അപ്പോൾ അവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അത് എന്താണെന്നുള്ള കാര്യം എനിക്കതിനെ അവിടെ പോകാനും അത് അന്വേഷിക്കാനും സമയം കിട്ടാത്ത കാരണം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞില്ല. ക്രിസ്മസ് സംബന്ധിച്ച് എന്തൊരു പരിപാടി അവിടെ നടക്കണം. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഇതൊക്കെ നല്ലൊരു നോട്ടം കൂടി കിട്ടും. അതിന് ഒരുപാട് ഗുണങ്ങളും അങ്ങനെ കാര്യങ്ങളാണ് നോക്കാനായിട്ട്. പിന്നെ ഉള്ളിൽ കയറി കഴിഞ്ഞ് നടക്കാനായിട്ട് അതിന് സൗകര്യമുണ്ട്. സുഖമായിട്ട് ഒരുപാട് അങ്ങനെ തിരക്കോ ബഹളമൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ശാന്തമായ രീതിയിൽ തന്നെ കടന്ന് മുന്നോട്ട് പോകാം. ശക്തൻ സ്റ്റാൻഡിൽ ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടിനെ കുറിച്ച് തൃശ്ശൂർകാരോട് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമില്ല. അവർക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഓരോരോ പരിപാടി മാറി വന്നിരിക്കുകയാണ്. പുറമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ കഴിയും. കാരണം ഇത് കുറച്ച് പരിപാടികൾ നടത്തുന്ന പുറമെ നിന്ന് ആൾക്കാർക്കാണ് അതിൻ്റെ ചെറിയ പരിപാടികൾ നടത്തുന്നത്. അത് കാരണം അവർക്കും ഇതിനെക്കുറിച്ച് നന്നായി അറിയും. സർക്കസ് ആയാലും ജംബോ സർക്കസ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ജംബോ സർക്കസ് ഇവിടുന്ന് പൊളിച്ച് പോയിട്ടുള്ളൂ. അതിന് ശേഷമാണ് അപ്പോൾ ഇവർ പുതിയൊരു പരിപാടി വന്നത്. ഇനി എക്സിബിഷൻ നടക്കുന്നുണ്ട്.
അങ്ങനെ ഓരോരോ പരിപാടികൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് തിരക്കുകൾ, ജനത്തിരക്ക്, കണ്ടമാനം ജനത്തിരക്കുള്ള ഈ ഭാഗത്തെ ഈ ആകാശപാലം വന്നുകൊണ്ട് തന്നെ കുറേയൊക്കെ സുരക്ഷിതമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആരായാലും നിങ്ങളൊക്കെ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വണ്ടി ഉണ്ടെങ്കിൽ കൂടുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കൂടുതൽ ആൾക്കാർ വണ്ടിയിൽ പോകുകയാണെങ്കിൽ പിന്നെ അത് മൈൻഡ് ചെയ്യാൻ നിൽക്കില്ല, കാണും ഹായ് എന്ന് പറഞ്ഞ് നോക്കിയിട്ട് പോകും. അത് കയറേണ്ട ആവശ്യം വരില്ല. കാരണം വണ്ടി ഇല്ലാതെ പോകുന്ന ആൾക്കാർക്കാണ് ഈ പാലം കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ പിന്നെ വണ്ടി അത് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോയിട്ട് വരേണ്ട ആവശ്യമുള്ള ആൾക്കാരായിരിക്കും കൂടുതലും ഈ വണ്ടി ഉപകാരപ്പെടുന്നത്. അപ്പോൾ ആ തൃശ്ശൂർ പോവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശക്തിശാലിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പാലം കാണണം, ഈ പാലം കയറി നോക്കണം, ഇവിടെ കയറി അവിടെ ഇറങ്ങി അങ്ങനെയുണ്ടെന്ന് നോക്കണം. എന്നിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ നന്നായി വിലയിരുത്തണം. കാരണം ഇങ്ങനത്തെ പാലങ്ങൾ നമ്മൾ നല്ല നല്ല തിരക്കുള്ള നല്ല നല്ല ടൗണിലൊക്കെ ഇങ്ങനത്തെ പാലങ്ങൾ ഒരുപാട് ഉപകാരപ്രദം ഒരു കാര്യം തന്നെയാണ്. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മെല്ലെ മുകളിലേക്ക് പോകുമ്പോൾ ലിഫ്റ്റിലാണ് പോയത്. അപ്പോൾ താഴേക്ക് ഞാൻ മെല്ലെ ലിഫ്റ്റിൽ ഇറങ്ങിയിട്ട് അങ്ങനെ മെല്ലെ ഇറങ്ങാണ് എനിക്കും കാര്യം. മാർക്കറ്റ് ഭാഗത്തേക്കുള്ള ലിഫ്റ്റിലാണ് ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്.